ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ സാമ്പിൾ ഔട്ട്പുട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എൻ്റർ ഇൻറ്റീജർ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ ഒരു റാൻഡം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ 3423 എന്ന നമ്പർ 3423 എന്ന നമ്പർ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോഴേക്കും അടുത്ത ഡിസ്പ്ലേ ഇൻഡിക്കേഷൻ വരുന്നു, ദ നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് കാണിക്കുന്നു. അതേസമയം ഇപ്പോൾ 131 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദിസ് നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്നൊരു ഔട്ട്പുട്ട് കിട്ടും. അതായത് നമ്മളൊരു എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഈ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ? പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നേരെ എഴുതിയാലും റിവേഴ്സ് ചെയ്ത് എഴുതിയാലും സെയിം നമ്പർ തന്നെയായിരിക്കും. അതായത് 131 റിവേഴ്സ് എഴുതിയാലും 131 എന്നേ നമ്മൾ പറയും. ഇപ്പം 2442 അതിനെയും റിവേഴ്സ് ചെയ്ത് എഴുതിയാലും 2442 തന്നെയാണ്. അതുപോലെ 72727 ഈ നമ്പറിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയാലും 72727 അതായത് സെയിം നമ്പർ തന്നെയായിരിക്കും. അങ്ങനെ നേരെ എഴുതിയാലും റിവേഴ്സ് ചെയ്ത് എഴുതിയാലും സെയിം നമ്പറാണ് വരുന്നതെങ്കിൽ അതിനെ പാലിൻഡ്രോം നമ്പർ എന്ന് പറയും. അങ്ങനെ ഇഷ്ടംപോലെ നമ്പറുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഇവിടെ 131 എന്ന് പറഞ്ഞാൽ ഒരു പാലിൻഡ്രോം നമ്പറാണ്. അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയാലും 131 എന്നേ നമ്മൾ പറയും. അതേസമയം ഇതൊരു പാലിൻഡ്രോം നമ്പറല്ല. 3423 അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ 3243 എന്നായിപ്പോൾ. അപ്പോൾ അതെന്തായാലും ഒരു പാലിൻഡ്രോം നമ്പർ അല്ല. അപ്പോൾ അങ്ങനെ നേരെ എഴുതപ്പോഴും റിവേഴ്സ് ചെയ്ത് എഴുതപ്പോഴും സെയിം നമ്പറാണ് എങ്കിൽ അതിനെ പാലിൻഡ്രോം നമ്പർ എന്ന് പറയും. അപ്പോൾ അത് കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ റെഡ് കളറിലല്ലാതെ ബാക്കി കൊടുത്തിരിക്കുന്ന ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അതേ പ്രോഗ്രാം തന്നെയാണ്. തൊട്ട് മുന്നേ പഠിച്ച പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റിവേഴ്സ് ചെയ്ത നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത്. ഇതായി REV = REV × 10 + REM. ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നമ്മൾ പഠിച്ചല്ലോ. അതായത് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിനെ റിവേഴ്സ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ആ പ്രോഗ്രാം തന്നെയാണ് ഈ പ്രോഗ്രാം. അതിൻ്റെ കൂടെ ഇവിടെ ഇപ്പം പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം നമുക്ക് ഈ പ്രോഗ്രാം എഴുതിയിട്ട് REV എന്ന് പറയുന്ന റിവേഴ്സ് ചെയ്ത ആ വാല്യൂ അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമുക്കിവിടെ ആ നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്നാണ് കണ്ടെത്തുന്നത്. അതായത് ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ തന്നെയാണോ റിവേഴ്സ് ചെയ്തപ്പോഴും കിട്ടിയത് എന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ പാലിൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷനായിട്ട് n = REV എന്നാണ് കൊടുത്തിട്ടുള്ളത്. n എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ, അതിൻ്റെ ഒരു കോപ്പി ഇവിടെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി n എന്ന് പറയുന്ന വേരിയബിളിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വേരിയബിൾ വെച്ചിട്ടാണ് ഉപയോഗിച്ചാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. n = REV എന്ന കണ്ടീഷനാണ് ഇവിടെ കൊടുത്തത്. n = REV. അതായത് REV എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്ത നമ്പർ, ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് റിവേഴ്സ് ചെയ്ത നമ്പറാണ്. അത് തന്നെയാണോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്, നമ്മൾ ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തത്, അതും സെയിം തന്നെയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. രണ്ടും സെയിം തന്നെയാണെങ്കിൽ ഈ n എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂം REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂം, അതായത് റിവേഴ്സ് ചെയ്ത നമ്പർ, അത് രണ്ടും സെയിം തന്നെയാണ് എങ്കിൽ ദിസ് നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. അങ്ങനെ അല്ല എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എൽസ് എന്നും പറഞ്ഞ് ദിസ് നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതിപ്പം ഈ നമ്പർ നമ്മളിവിടെ റിവേഴ്സ് ചെയ്യപ്പോഴേക്കും കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3243 എന്ന വാല്യൂ ആയിരിക്കും ഇവിടെ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരും. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തത് 3423 ആണെങ്കിൽ ഇവിടെ റിവേഴ്സ് ചെയ്തപ്പോഴേക്കും 3243 എന്നായി. അപ്പോൾ അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആവും. അങ്ങനെയാണെങ്കിൽ ദിസ് നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്നായിരിക്കും ഡിസ്പ്ലേ ആവേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്പർ റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം പഠിച്ചു, ആ സെയിം പ്രോഗ്രാം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ 2-3 ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ വരുന്നുള്ളൂ. അതും നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ലോജിക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് എന്തായാലും എഴുതാനൊക്കെ ഒന്ന് എനിക്കറിയാം. ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത നമ്പർ, ഇവിടെ നം എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്ത് കളയരുത്, കാരണം അത് ഇവിടെ 0 ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. നേരത്തെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചായിരുന്നു ആ വാല്യൂ. ആ n എന്ന് പറയുന്ന വേരിയബിൾ വേണം ഇവിടെ യൂസ് ചെയ്യാൻ. അതിനെ ഈ റിവേഴ്സ്ഡായിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത നമ്പർ അതിൽ സ്റ്റോർ ചെയ്യുന്ന ആ വേരിയബിൾ അതുമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അത് രണ്ടും സെയിം ആണ് എങ്കിൽ ദിസ് നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അതല്ല എങ്കിൽ ദിസ് നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്നും ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോഗ്രാമാണ്. ഇതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾ പഠിക്കാനെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പുതിയതായിട്ടുള്ള 3 ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻസ് മാത്രമാണ്. പക്ഷേ അതും
നിങ്ങൾക്ക് അറിയാമായിരിക്കും, കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള C++ പ്രോഗ്രാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡു വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിച്ചു തുടങ്ങാം. ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.